ഹായ് ഓൾ, വെൽക്കം ടു നോലൂമി. ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് HCF ആൻഡ് LCM ആണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് HCF ആണ്, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയും. അതായത് ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ എടുത്തു. അപ്പം 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 10ൻ്റെ ഫാക്ടറാണ്, 1 10ൻ്റെ ഫാക്ടറാണ്, 5 ആണ്, അതുപോലെ തന്നെ ബാക്കി നമ്പേഴ്സും. ഓക്കെ, ഇതൊക്കെ 10ൻ്റെ ഫാക്ടറാണ്. അതായത് ഒരു നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനാണ് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഫാക്ടർ എന്ന് പറയുക. അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ 2 അതിൽ കൂടുതലോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിൻ്റെ എല്ലാം ഫാക്ടർ എടുത്താൽ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടറിനാണ് നമ്മൾ HCF എന്ന് പറയുക. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് HCF കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്, നോർമൽ ഡിവിഷൻ ഉണ്ട്. ബട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയും ഏറ്റവും സിമ്പിളായുള്ള ഒരു മെത്തേഡാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ HCF കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ചോദിച്ചത് ഫൈൻഡ് ദ HCF ഓഫ് 24 and 50. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 24 ഇവിടെ എഴുതുക, 50 എഴുതുക, എന്നിട്ട് ഈ രീതിക്ക് നോക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഈ 2 നമ്പേഴ്സിനെ, അല്ലെങ്കിൽ 3 നമ്പറാണ് 3 നമ്പേഴ്സിനെ, 4 നമ്പറാണ് 4 നമ്പേഴ്സിനെ, 4 നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം നമ്പർ ഉണ്ടോ നോക്കണം. ആ പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ, ഇതിൻ്റെ ഈ കേസിൽ നമുക്ക് എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ 3 എഴുതി. പിന്നെ എഴുതേണ്ടത് 3 ഇൻറ്റു ഇവിടെ 8 ആണ് വരിക. ഇവിടെ എത്ര വരിക? 5 ആണ് വരിക. ഓക്കെ, 8നെയും 5നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ, കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം 24 15ൻ്റെയും HCF വരുന്നത് 3 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഫസ്റ്റ് ചെയ്യേണ്ടത് 2 നമ്പർ എടുത്ത് ചെയ്ത്, എന്നിട്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഏതാണെന്ന് വെച്ചാൽ അത് എടുത്ത് ചെയ്ത്, എന്നിട്ട് അത് ഈ രീതിക്ക് ചെയ്യാം. എന്നിട്ട് എവിടെ വരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം ഫാക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ വരെ എത്തുന്നവരെ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത് നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ആണ്, HCF കാണാനാണ്. ബട്ട് 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പം നേരത്തെ നമ്മൾ എന്താ പറയുക, ആദ്യം നമ്പേഴ്സ് എടുത്ത് ചെയ്താൽ 72 288 1080, എന്നിട്ട് ഈ 3 നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈം ഫാക്ടർ അത് ഏതാണ്? ഈ കേസിൽ 2 എല്ലാം 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അത് 2 എടുത്ത് എഴുതി. 2/72 എത്രയാണ്? 36 ആണ്. 288 എത്ര വരുന്നത്? 144 ആണ്. ഇത് 540 ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഇത് എന്തുകൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്രയാണ്? 80 വരും. എത്ര വരും? 144 ഡിവൈഡ് ബൈ 2 72 വരും. ഇത് 270 വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര വരും? 80/2 എത്ര? 9 വരും. 36 വരും. ഇത് എത്ര വരും? 270/2 135 വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് എത്ര വരും? ഇത് 3 വരും. ഇത് 12 വരും. ഇത് 45 വരും. ഓക്കെ, പിന്നെ ഇത് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര വരും? 1 വരും. ഇത് 4 വരും. ഇത് എത്ര വരും? 15 വരും. അല്ലേ? കറക്റ്റ് അല്ലേ? 3 × 4 12 45. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു പ്രൈം ഫാക്ടർ ഇതിനുണ്ടോ കോമൺ ആയിട്ട്? 1450 ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ വെച്ച് നമ്മുടെ പരിപാടി നിർത്തുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ എല്ലാ നമ്പേഴ്സും ഉണ്ടല്ലോ, ഈ നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 2³ × 3² ഇതായിരിക്കും 72 288 1080ൻ്റെ HCF. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പേഴ്സ് എടുത്ത് ചെയ്താൽ, എന്നിട്ട് ആ നമ്പേഴ്സിന് കോമൺ ആയിട്ടുള്ള പ്രൈം ഫാക്ടർ എടുത്തിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കോമൺ ആയിട്ട് പ്രൈം ഫാക്ടർ ഇല്ലാത്ത ഇതിലേക്ക് വരെ
എത്തിയിട്ട് നിർത്തുക, എന്നിട്ട് ആ എല്ലാ പ്രൈം ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. വായിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യുമെങ്കിലും വായിച്ച് ആ കാര്യം മനസ്സിലാക്കി എടുക്കാൻ നോക്കിയാൽ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 43, 91, 188 so as to leave the same remainder in each case. അതായത് 43, 91, 188നെയും 183നെയും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തേരം കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. അങ്ങനത്തെ നമ്പറിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയ നമ്പർ ഏതാണെന്ന് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഈ 43 എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എക്സ് ആണ് വിചാരിച്ചു. 43 ഈക്വൽ ടു എന്താണ്? എക്സ് ഇൻറ്റു കോഷ്യൻ, അതിൻ്റെ കോഷ്യൻ അത് ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയ സാധനം y1 ആണെങ്കിൽ പ്ലസ് റിമൈൻഡർ നമുക്ക് 6 ആക്കി എടുക്കാം. ഈ രീതിക്ക് എഴുതാൻ പറ്റില്ലോ. ഇപ്പം 91 ഞങ്ങൾ എഴുതാൻ പറ്റും. 91 ഈക്വൽ ടു എക്സ് ഇൻറ്റു അതിൻ്റെ കോഷ്യൻ്റ് y2 ആണ് വിചാരിച്ചു. y2 പ്ലസ് 6 ആണ്. പിന്നെ അതുപോലെ തന്നെ 183 എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു y3 ഇൻറ്റു 6 ആണ്. ഈ 3 നമ്പർ നമുക്ക് ഏത് രീതിക്ക് എഴുതാൻ പറ്റും? ഈ രീതിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് നമ്പർ ഈക്വൽ ടു എന്താണ്? ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ആണല്ലോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം? നമുക്ക് ഫോർ എക്സാമ്പിൾ 2 നമ്പർ നമ്മൾ മൈനസ് ചെയ്തോ. അതായത് 91 മൈനസ് 43 എന്തായിരിക്കും? എക്സ് ഇൻറ്റു y2 മൈനസ് y1 ആയിരിക്കും. അതുപോലെ തന്നെ 183 മൈനസ് 91 എന്തായിരിക്കും? എക്സ് ഇൻറ്റു y3 മൈനസ് y2 ആയിരിക്കും. അതുപോലെ തന്നെ 183 മൈനസ് 43 എന്തായിരിക്കും? എക്സ് ഇൻറ്റു y3 മൈനസ് y1 ആയിരിക്കും. നിങ്ങൾ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് എടുത്തു നോക്ക്. ഇപ്പം നമ്മൾ സബ്ട്രാക്ട് ചെയ്തേ, അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? എക്സ് ഉണ്ട്. അതായത് നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഇനീഷ്യൽ നമ്പറിനെ ഡിവൈഡ് ചെയ്തത് അതെല്ലാം ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. മീൻസ് ഈ മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സ് എന്താണ്? എക്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആ നമ്പേഴ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയുള്ള നമ്പർ. അപ്പം നമ്മൾ എന്താ കാണേണ്ടത്? ഈ നമ്പർ ഉണ്ടല്ലോ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ, ആ നമ്പറിൻ്റെ HCF കാണാനാണ് സിമ്പിൾ ഇവിടെ ചോദിച്ചത്. നിങ്ങളോട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, സംഗതി മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അതായത് നമുക്ക് നമ്പേഴ്സിന് ഈ രീതിക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മളെന്താ ചെക്ക് ചെയ്തത്? രണ്ടും സബ്ട്രാക്ട് ചെയ്തു. ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്ത് എക്സ് ഒരു കോമൺ ഫാക്ടറായി കണ്ടു. അപ്പം ഈ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്താണ്? നമുക്ക് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് കാണേണ്ടത്? ഈ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ HCF ആണ് കാണേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് നമ്പേഴ്സിൻ്റെ റേഷ്യോ തരും, HCF തരും, എന്നിട്ട് നമ്പർ സം ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്പർ ഏതാണെന്ന് ചോദിക്കും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ സിമ്പിളായി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ HCF പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ്. രണ്ട് നമ്പറിലെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ നമ്മൾ ഇതിലേക്ക് മാറ്റുക. ജസ്റ്റ് ഒരു സാധനം കൊണ്ട് കോമൺ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6y അതുപോലെ തന്നെ 7y എന്ന സാധനം എടുത്തു. ഇപ്പം നമ്മൾ 2 നമ്പർ ആക്കി ഇതിനെ. അപ്പോൾ ഇതിൻ്റെ y നമുക്ക് എന്താക്കി എടുക്കാം? നമുക്ക് സിംപ്ലി 30 ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ 6 × 13 ഒരു നമ്പറും y × 13 ഒരു നമ്പർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ HCF വന്നു, റേഷ്യോ വന്നാൽ ആ റേഷ്യോനെ ഒരു പാർട്ടാക്കി മാറ്റിയിട്ട് അതിനെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നമ്പർ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് സമ്മാണോ മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് ലെങ്ത് ഓഫ് ദ ടാപ്പ് വിച്ച് ക്യാൻ മെഷർ ടാപ്പ് ഓഫ് 5 cm, 7 cm, 30 cm. എനിക്കത് വായിച്ചിരുന്ന സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈ 3 നമ്പേഴ്സിൻ്റെ HCF സിമ്പിളായിട്ട് കാണാനാണ്. ഈ 3 നമ്പേഴ്സിൻ്റെ HCF എന്താ വരിക? 1 വരിക. കാരണം 3 പ്രൈം നമ്പേഴ്സാണ്, ഇതിന് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാവില്ല. അപ്പോൾ HCF 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് LCM ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് 2 നമ്പേഴ്സോ 3 നമ്പേഴ്സിൻ്റെയോ മൾട്ടിപ്പിൾസ് എഴുതിയാൽ, അതായത് ഇപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 2, 4, 6, 8 അങ്ങനെ മൾട്ടിപ്പിൾസ് എഴുതിയാൽ അതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിവിടെ 8ൻ്റെ കേസും
16ൻ്റെ കേസ് കൊടുക്കുക. 8ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? 8, 16, പിന്നെ എത്രയാണ്? 24, അങ്ങനെ പോകും. അതുപോലെ തന്നെ 16ൻ്റെത് 16, 32, അങ്ങനെ പോകും. ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 16 വരും, പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ വേറെ നമ്പേഴ്സും വരും. അപ്പം ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ അതേതാണ്? 16 മീൻസ് 8ൻ്റെ 16ൻ്റെ LCM എന്താണ്? 16. മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. 2 നമ്പറോ 3 നമ്പറോ എടുക്കുക. ആ നമ്പറിൻ്റെ അകത്ത് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക, മൾട്ടിപ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആണ് എന്ത്? LCM മീൻസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഇപ്പം LCM കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ലോങ് ഡിവിഷൻ മെത്തേഡ്, നോർമൽ ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും എളുപ്പം ചെയ്യാനുള്ള മെത്തേഡും ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നതും ആ ഒരു മെത്തേഡ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ HCF കാണാൻ ചെയ്തതുപോലെ തന്നെയാണ്, ബട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് നമുക്കൊരു LCM കണ്ടു നോക്കാം. LCM കാണുന്നത് സിമ്പിളായുള്ള മെത്തേഡ് HCF പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. അപ്പം HCF പോലെ തന്നെ നമ്മൾ എന്താണ് അത് നമ്പർ എടുത്ത് എഴുതാം, 24, 15. എന്നിട്ട് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ രണ്ട് നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ. നേരത്തെ നമ്മൾ എന്താ HCF നമ്മൾ എന്താ നോക്കിയത്? 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ അങ്ങനെയില്ല, ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം ഫാക്ടർ ആയാൽ മതി. അതേതാണ് ഇവിടെ ഏറ്റവും ചെറുത്? 2 ആണ്. ഓക്കെ, ഇത് വരും 12 വരും. പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് അതുപോലെ തന്നെ എടുത്ത് താഴോട്ട് എഴുതിയാൽ മതി. ഇവിടെ 15നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എടുത്ത് താഴോട്ട് എഴുതി. ഓക്കെ, പിന്നെ എന്തോ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എത്ര? 4 ആണ്. ഇവിടെ എത്ര വരും? 5 വരും. ഓക്കെ, പിന്നെ എന്തോ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 4, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇപ്പം എന്താണ്? ഇവിടെ 2 വരും, ഇവിടെ എത്ര വരും? 5 വരും. ഓക്കെ, ഇത് നമ്മൾ എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം എന്ന് വെച്ചാൽ റിമൈൻഡർ എന്താവണം? ഒന്നെങ്കിൽ 1 ആവണം, അല്ലെങ്കിൽ പ്രൈം നമ്പർ ആയിരിക്കും. ഇവിടെ പ്രൈം നമ്പർ അല്ല, 2 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാ പ്രൈം നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 2 ക്യൂബ് ഇൻറ്റു, അതായത് 3 2 ഇൻറ്റു, അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5, ഇതായിരിക്കും എന്ത്? 24ൻ്റെയും 15ൻ്റെ LCM. അതായത് സിമ്പിളായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ എടുത്ത് എഴുതുക, എന്നിട്ട് ആ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ പ്രൈം ഫാക്ടർ ഏതാണോ അതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അത് അടിയിൽ എഴുതുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ അതുപോലെ തന്നെ എടുത്ത് താഴോട്ട് എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാം. എവിടം വരെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ റിമൈൻഡർ ഒന്നുകിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? പ്രൈം നമ്പർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിപ്പം ഈ ഓർഡറിലും ചെയ്യാം. ഈ ഓർഡറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, കാരണം ഒന്നും മിസ്സായി പോവില്ല. അപ്പം നമ്മൾ ആദ്യം എന്താ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പം എന്താ 12ഉം 15 വരും. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പോലെ എന്തുകൊണ്ട് തന്നെ ചെയ്യാം? 2 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 6 വരും. അതുപോലെ തന്നെ എന്ത് വരും? 15 അതുപോലെ തന്നെ എടുത്ത് ചെയ്താൽ മതി. പിന്നെ എന്തുകൊണ്ട് തന്നെ ചെയ്യാം? 2 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 വരും. 15 അതുപോലെ തന്നെ എടുത്ത് ചെയ്താൽ. പിന്നെ എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 വരും. 15 കൊണ്ട് 3 ഡിവൈഡ് ചെയ്താൽ 5 വരും. പിന്നെ എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്താവും? 1. അപ്പോൾ ഇതെല്ലാം കൂടി ഡിവൈഡ് ചെയ്താൽ എന്താവും? നമ്മൾ പ്രൈം ഫാക്ടർ ആവും. അതായത് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യേണ്ടത്, ബെറ്ററായി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം ഫാക്ടർ കംപ്ലീറ്റ് ആയതിനു ശേഷം തൊട്ട് മുകളിലുള്ള പ്രൈം ഫാക്ടറിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും മിസ്സായി പോവില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിൻ്റെ അകത്ത് 3 നമ്പേഴ്സിൻ്റെ LCM കാണാനാണ് പറഞ്ഞത്, 15, 30, 45. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്പർ ആദ്യം എടുത്ത് ചെയ്താൽ 15, 30, 45. ഇത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 2 ഡിവൈഡ് ചെയ്യുക. 15 എന്താണ്? അതുപോലെ തന്നെ എടുത്തത്, കാരണം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 30 ഡിവൈഡ് ചെയ്യാൻ പറ്റും, അത് വരും 15 വരും. 45 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 45 അതുപോലെ തന്നെ എടുത്ത് ചെയ്താൽ. പിന്നെ ഏതാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഇനി പറ്റില്ലല്ലോ, അപ്പോൾ 3 കൊണ്ട് പറ്റും. അപ്പോൾ 3 കൊണ്ട് ചെയ്താൽ എത്രയാണ്? 5 വരും. 5 വരും. ഇത് 15 വരും. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി എന്തോ? പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബിക്കോസ് 15ന് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ 3 എടുത്ത് ചെയ്താൽ 5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ചെയ്താൽ 5നെയും പറ്റില്ല. 15നെ പറ്റും. 15/3 എത്രയാണ്? 5 ആണ് വരുന്നത്. പിന്നെ എന്തുകൊണ്ട് പറ്റും?
5 കൊണ്ട് പറ്റും. എത്ര വരും? 1 1 1. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താ വരിക? 2 × 3² × 5 ആണ് ഇതിൻ്റെ എന്ത് വരുന്നത്? LCM വരുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് നമ്പർ എടുത്തത്, എന്നിട്ട് ആ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പറിനെ എങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ എടുത്തത്, പ്രൈം ഫാക്ടർ ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് എവിടെ നിർത്തേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എന്തായിരിക്കണം, നമ്മളെ റിമൈൻഡർ പ്രൈം ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നിർത്താം, കാരണം 5 പ്രൈം ആണല്ലോ. അപ്പം പിന്നെ ഇത് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, നേരത്തെ HCFൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ LCMൻ്റെ കേസിലും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പം അതിൻ്റെ അതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വൺ ഡിവൈഡ് ബൈ 7 8 11 ആൾവേസ് ഗിവ് 6 ആസ് ദ റിമൈൻഡർ. അതായത് ഒരു നമ്പറിനെ 7 8 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് തരാം, 6 റിമൈൻഡറായി കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 7 8 11 ആ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യപ്പെട്ട നമ്പർ എക്സ് ആണ് എടുത്തത്. എക്സ് കൊണ്ട് ഡിവൈഡ് എക്സിനെ ഈ 3 നമ്പറോട് ഡിവൈഡ് ചെയ്ത് തരും, റിമൈൻഡർ 6 ആണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ x-6 എടുത്താൽ അത് ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 7 8 11 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനത്തെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 7 8 11 LCM കാണാനാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മൾ പറഞ്ഞത് 7 8 11 കൊണ്ട് വേറൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് തരാൻ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 6 ആണ്. മീൻസ് ആ ഒരു നമ്പറിനെ 6 കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ് വാല്യൂ? എന്തായിരിക്കും? ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ആ മൾട്ടിപ്പിളിനെ 6 കൊണ്ട് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമുക്ക് ആവശ്യമുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ LCM എടുത്താൽ കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും, x-6 ആയിരിക്കും. അപ്പോൾ അതിനോട് എന്ത് കൂട്ടണം? ഒരു 6 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഈ കേസിൽ 7 8 11 LCM ആയിട്ട് വരുന്നത് 616 ആണ്, 616 ആണ്. ഓക്കെ, അതിനോട് നമ്മൾ എന്ത് കൂട്ടണം? 6 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 622 വരും. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ HCFും അതുപോലെ തന്നെ അതിൻ്റെ LCM കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, HCF ഓഫ് A, B ഇൻറ്റു LCM ഓഫ് A, B എന്തായിരിക്കും? A × B ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളോട് മേ ബി പ്രൊഡക്റ്റ് തരും, അല്ലെങ്കിൽ നമ്പറിന് എന്താ റേഷ്യോ അങ്ങനെ തരും, എന്നിട്ട് HCF LCM തരുന്നിട്ട് വേറെ ഒന്ന് കാണാൻ ചോദിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ ഭയങ്കര സിമ്പിളാണ്. എന്താണ്? HCF ഓഫ് രണ്ട് നമ്പർ ഇൻറ്റു LCM ഓഫ് സെയിം നമ്പർ ഈക്വൽ ടു ആ രണ്ട് നമ്പർ പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫ്രാക്ഷൻ്റെ HCFും LCMും കാണുന്നത്. അതായത് HCF ആണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്ററും, LCM ആണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. അതായത് എന്താണോ കാണേണ്ടത് അത് ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ അത് അല്ലാത്തത് ഡിനോമിനേറ്റർ. അതായത് ഫോർ HCF ആണ് കാണണമെങ്കിൽ HCF ന്യൂമറേറ്ററിലും LCM ഡിനോമിനേറ്ററും, അതുപോലെ തന്നെ LCM ആണ് കാണണമെങ്കിൽ LCM ന്യൂമറേറ്ററിലും HCF ഡിനോമിനേറ്റർ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ തന്നെ നോക്കാം. അതായത് HCF നമുക്കിവിടെ A/Bയും C/D ആണെങ്കിൽ HCF ആണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF ബൈ ഡിനോമിനേറ്ററിൻ്റെ LCM. ഓക്കെ, ഇനി LCM ആണ് കാണണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ LCM ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF. മനസ്സിലായിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തത് LCM ആൻഡ് HCF ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അതിൻ്റെ അതെന്താ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആദ്യം ഈ ഫ്രാക്ഷനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഈ കേസ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എന്താണ്, രണ്ട് ഇതാണ് ഡെസിമലിന് ശേഷമുള്ളത്. അപ്പോൾ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാ നമ്പേഴ്സിനെയും. ഇപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെ ആവും? 300, 270, അതുപോലെ തന്നെ 9. ഈ 3 നമ്പേഴ്സ് ആയിരിക്കും. ഈ 3 നമ്പേഴ്സിൻ്റെ LCMും കാണാം HCFും കാണുക. എന്നിട്ട് ആ കിട്ടുന്ന LCMനെ HCFനെ എന്താണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും.
സിമ്പിളായിട്ട് പറഞ്ഞാൽ തന്ന ഡെസിമൽ ഫ്രാക്ഷനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുക, എത്ര സീറോ ആണ് അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട്, എന്നിട്ട് HCFും LCMും കാണാം. അതിന് ശേഷം കിട്ടുന്ന റിസൾട്ടിനെ എത്ര സീറോ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആ സെയിം നമ്പർ ഓഫ് സീറോസിനോട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.